ഹലോ നമസ്കാരം. PSC ഫോർസൈറ്റിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് 2024 നടന്ന വുമൺസ് ഫയർ ആൻഡ് റെസ്ക്യൂ എക്സാമിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് പരിചയപ്പെടാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. താഴെ പറയുന്നവയിൽ ഇന്ത്യയിലേക്കുള്ള യൂറോപ്യന്മാരുടെ ആഗമനവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന അഥവാ പ്രസ്താവനകൾ ഏതാണ്? കേപ്പ് ഓഫ് ഗുഡ് ഹോപ്സ് വഴി കേരളത്തിലേക്ക് എത്തിച്ചേർന്ന ആദ്യത്തെ യൂറോപ്യൻ ശക്തിയായിരുന്നു പോർച്ചുഗീസുകാർ. 1741 കുളച്ചൽ യുദ്ധത്തിൽ ഡച്ചുകാർക്കേറ്റ പരാജയം ഇന്ത്യയുടെ തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് അവരുടെ ശക്തി ക്ഷയിക്കുന്നതിന് കാരണമായി. ഇന്ത്യയുടെ ഏതെങ്കിലും ഭാഗങ്ങളുമായി മറ്റു കപ്പലുകൾ വ്യാപാരം നടത്തുന്നത് തടയുന്നതിന് വേണ്ടി ബ്രിട്ടീഷുകാർ നടപ്പിലാക്കിയ വ്യവസ്ഥയാണ് കാർട്ടസ്. ഇതിൽ മൂന്നാമത്തെ പ്രസ്താവനയിൽ ഇന്ത്യയുടെ ഏതെങ്കിലും ഭാഗങ്ങളുമായി മറ്റു കപ്പലുകൾ വ്യാപാരം നടത്തുന്നത് തടയുന്നതിന് വേണ്ടി ബ്രിട്ടീഷുകാരല്ല പോർച്ചുഗീസുകാർ നടപ്പിലാക്കിയ വ്യവസ്ഥയാണ് കാർട്ടസ്. അപ്പോൾ ഓപ്ഷനിൽ 1ഉം 2ഉം മാത്രമാണ് കറക്റ്റായിട്ടുള്ളത്. താഴെ പറയുന്ന സംഭവങ്ങളെ കാലഗണന പ്രകാരം ക്രമീകരിക്കുക. വൈക്കം സത്യാഗ്രഹം നടന്നത് 1924, ചാനാർ ലഹള നടന്നത് 1859, പാലിയ സത്യാഗ്രഹം 1947-48, ക്ഷേത്രപ്രവേശന വിളംബരം 1936. അപ്പോൾ ഫസ്റ്റ് ചാനാർ ലഹള, രണ്ടാമത് വൈക്കം സത്യാഗ്രഹം, മൂന്നാമത് ക്ഷേത്രപ്രവേശന വിളംബരം, ലാസ്റ്റ് പാലിയം സത്യാഗ്രഹം. ഒരു ദിവസം നമ്മുടെ വായിൽ പതിക്കാൻ പോകുന്ന ചെറിപ്പഴം എന്ന് അവധ് എന്ന നാട്ടുരാജ്യത്തെ വിശേഷിപ്പിച്ച ബ്രിട്ടീഷ് ഗവർണർ ജനറൽ ഡൽഹൌസി പ്രഭു. ഒരു ദിവസം നമ്മുടെ വായിൽ പതിക്കാൻ പോകുന്ന ചെറിപ്പഴം എന്ന് അവധ് എന്ന നാട്ടുരാജ്യത്തെ വിശേഷിപ്പിച്ച ബ്രിട്ടീഷ് ഗവർണർ ജനറൽ ഡൽഹൌസി പ്രഭു. താഴെ പറയുന്നവയിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിലെ മിതവാദികൾ എന്ന വിഭാഗത്തിൽ ഉൾപ്പെടുന്ന നേതാവ് ആര്? ഗോപാലകൃഷ്ണ ഗോഖലെ. താഴെ പറയുന്നവയിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിലെ മിതവാദികൾ എന്ന വിഭാഗത്തിൽ ഉൾപ്പെടുന്ന നേതാവ് ആര്? ഗോപാലകൃഷ്ണ ഗോഖലെ. രണ്ടാം ലോക മഹായുദ്ധത്തിൽ ജർമ്മനിയുടെ സോവിയറ്റ് ആക്രമണത്തിന് നൽകപ്പെട്ട രഹസ്യനാമം ഓപ്പറേഷൻ ബാർബറോസ. രണ്ടാം ലോക മഹായുദ്ധത്തിൽ ജർമ്മനിയുടെ സോവിയറ്റ് ആക്രമണത്തിന് നൽകപ്പെട്ട രഹസ്യനാമം ഓപ്പറേഷൻ ബാർബറോസ. നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ 2023 റിപ്പോർട്ട് പ്രകാരം ഇന്ത്യയിലെ ഏറ്റവും സുരക്ഷിതമായ നഗരം ഏതാണ്? കൊൽക്കത്ത. നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ 2023 റിപ്പോർട്ട് പ്രകാരം ഇന്ത്യയിലെ ഏറ്റവും സുരക്ഷിതമായ നഗരം ഏതാണ്? കൊൽക്കത്ത. ഭൂമധ്യരേഖയിൽ കോറിയോലിസ് ബലം ഡാഷ് ആണ്? 0. ഭൂമധ്യരേഖയിലെ കോറിയോലിസ് ബലം 0. ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത സൺ സിങ്ക്രണൈസ്ഡ് ഉപഗ്രഹം ഏതാണ്? IRS-1A. ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത സൺ സിങ്ക്രണൈസ്ഡ് ഉപഗ്രഹമാണ് IRS-1A. തന്നിരിക്കുന്നവയിൽ വേമ്പനാട്ട് കായലിൽ പതിക്കാത്ത നദി ഏത്? ഭാരതപ്പുഴ. ഭൂവൽക്കത്തിലെ ഫലകങ്ങളുടെ ചലനത്തിന് കാരണമാകുന്ന പ്രധാന ബലം ഏത്? ഭൂമിയുടെ ഉൾഭാഗത്തു നിന്നുള്ള സംവഹന പ്രവാഹം. ഭൂവൽക്കത്തിലെ ഫലകങ്ങളുടെ ചലനത്തിന് കാരണമാകുന്ന പ്രധാന ബലം ഭൂമിയുടെ ഉൾഭാഗത്തു നിന്നുള്ള സംവഹന പ്രവാഹം. സമുദ്ര ഊഷ്മാവ് സാധാരണയിൽ നിന്നും ഉയരുന്നതിന് കാരണമാകുന്നത് ഏത്? എൽനിനോ. സമുദ്ര ഊഷ്മാവ് സാധാരണയിൽ നിന്നും ഉയരുന്നതിന് കാരണമാകുന്നത് എൽനിനോ. കാറ്റിൽ നിന്നുള്ള ഊർജം ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഏത്? തമിഴ്നാട്. കാറ്റിൽ നിന്നുള്ള ഊർജം ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഏത്? തമിഴ്നാട്. കർഷകർക്ക് അവരുടെ ഉൽപ്പന്നങ്ങൾക്ക് ആദായകരമായ വില ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച പദ്ധതി PM ആശാ യോജന. കർഷകർക്ക് അവരുടെ ഉൽപ്പന്നങ്ങൾക്ക് ആദായകരമായ വില ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച പദ്ധതിയാണ് PM ആശാ യോജന. ഹരിത വിപ്ലവവുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏത്? ബഫർ സ്റ്റോക്ക് സൃഷ്ടിക്കുന്നതിനാവശ്യമായ ഭക്ഷ്യധാന്യങ്ങൾ സംഭരിക്കുവാൻ ഗവൺമെൻറ്റിന് സാധിച്ചു. പാവപ്പെട്ടവർക്ക് ഗുണകരമായ വിധത്തിൽ ഭക്ഷ്യധാന്യങ്ങളുടെ വില കുറഞ്ഞു. സമ്പന്ന കർഷകരും ദരിദ്ര കർഷകരും തമ്മിലുള്ള അന്തരം വർദ്ധിച്ചു. ഈ 3 പ്രസ്താവനകളും ശരിയാണ്. ആദ്യത്തെ 50 വർഷക്കാലയളവിലെ പഞ്ചവത്സര പദ്ധതികളിൽ പൊതുമേഖലയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏതാണ്? 1-ാം പഞ്ചവത്സര പദ്ധതി മുതൽ 5-ാം പഞ്ചവത്സര പദ്ധതി വരെ പൊതുമേഖലയ്ക്കുള്ള മുതൽ മുടക്കിൻ്റെ വിഹിതത്തിൽ വർധനവുണ്ടായി.
6 മുതൽ 8 വരെയുള്ള പഞ്ചവത്സര പദ്ധതികളിൽ പൊതുമേഖലയ്ക്കുള്ള മുതൽ മുടക്കിൻ്റെ വിഹിതം കുറഞ്ഞു. 1ഉം 2ഉം ശരിയായ പ്രസ്താവനകളാണ്. 1ാം പഞ്ചവത്സര പദ്ധതി മുതൽ 5ാം പഞ്ചവത്സര പദ്ധതി വരെ പൊതുമേഖലയ്ക്കുള്ള മുതൽ മുടക്കിൻ്റെ വിഹിതത്തിന് വർധനവുണ്ടായി. 6 മുതൽ 8 വരെയുള്ള പഞ്ചവത്സര പദ്ധതികളിൽ പൊതുമേഖലയ്ക്കുള്ള മുതൽ മുടക്കിൻ്റെ വിഹിതം കുറഞ്ഞു. 2018 ജനുവരിയിൽ ആരംഭിച്ച ആസ്പിരേഷണൽ ഡിസ്ട്രിക്ട് പ്രോഗ്രാം ADP പ്രകാരം ഉൾപ്പെട്ട കേരളത്തിലെ ജില്ല ഏതാണ്? വയനാട്. 2018 ജനുവരിയിൽ ആരംഭിച്ച ആസ്പിരേഷണൽ ഡിസ്ട്രിക്ട് പ്രോഗ്രാം പ്രകാരം ഉൾപ്പെട്ട കേരളത്തിലെ ജില്ല ഏതാണ്? വയനാട്. 1991 പുതിയ സാമ്പത്തിക നയത്തിൻ്റെ ഭാഗമായുള്ള വ്യാപാര നയ പരിഷ്കാരങ്ങൾ ലക്ഷ്യം വെച്ചത്: ഇറക്കുമതിയിലും കയറ്റുമതിയിലും ഉള്ള അളവ് നിയന്ത്രണങ്ങൾ പൊളിച്ചെഴുതുക, താരിഫ് നിരക്കുകൾ കുറയ്ക്കുക, ഇറക്കുമതിക്കുള്ള ലൈസൻസിംഗ് നടപടിക്രമങ്ങൾ ഒഴിവാക്കുക. ഈ പറഞ്ഞവയെല്ലാം 1991 പുതിയ സാമ്പത്തിക നയത്തിൻ്റെ ഭാഗമായുള്ള വ്യാപാര നയ പരിഷ്കാരങ്ങൾ ലക്ഷ്യം വെച്ചത്. താഴെ പറയുന്നവയിൽ കൽക്കരിയുടെ ഉപഭോഗവുമായി ബന്ധപ്പെട്ട് ശരിയല്ലാത്ത പ്രസ്താവന ഏതാണ്? ഉരുക്ക് വ്യവസായത്തിനും വൈദ്യുതി ഉൽപ്പാദനത്തിനും വേണ്ടിയുള്ള കൽക്കരിയുടെ ആവശ്യം കൂടി വരുന്നു. വൈദ്യുതീകരണം വർദ്ധിച്ചതോടെ റെയിൽവേയുടെ കൽക്കരി ഉപഭോഗം കുറഞ്ഞു. കൽക്കരിയുടെ ആവശ്യം വിതരണത്തേക്കാൾ കുറവാണ്. ഇതിൽ കൽക്കരിയുടെ ആവശ്യം വിതരണത്തേക്കാൾ കുറവാണ് എന്ന പ്രസ്താവനയാണ് തെറ്റായിട്ടുള്ളത്. ഇന്ത്യൻ ഭരണഘടനയുടെ സവിശേഷതകളിൽ പെടാത്തത് ഏത്? ആദ്യത്തെ ലിഖിത ഭരണഘടന അമേരിക്കൻ ഭരണഘടനയാണ്. ഏറ്റവും വലിയ ലിഖിത ഭരണഘടന ഇന്ത്യയുടേതാണ്. ഭരണഘടന എഴുതി പൂർത്തിയാക്കാൻ 3 വർഷവും 11 മാസവും 18 ദിവസവും എടുത്തു. ഭരണഘടന എഴുതി പൂർത്തിയാക്കാൻ 2 വർഷവും 11 മാസവും 18 ദിവസവും എടുത്തു. ഇപ്പോൾ ഇന്ത്യൻ ഭരണഘടനയിൽ 8 പട്ടികകളുണ്ട്. ഇപ്പോൾ ഇന്ത്യൻ ഭരണഘടനയിൽ 12 പട്ടികകളാണ് ഉള്ളത്. ഇന്ത്യയിലെ ജനങ്ങളായ നാം ഇന്ത്യയെ ഒരു പരമാധികാര സ്ഥിതി സമത്വ മതനിരപേക്ഷ ജനാധിപത്യ റിപ്പബ്ലിക്കായി സംവിധാനം ചെയ്യുവാനും ഇങ്ങനെ ആരംഭിക്കുന്നത് ഭരണഘടനയുടെ ഏത് സവിശേഷത ആണ്? ആമുഖം. ഇന്ത്യയിലെ ജനങ്ങളായ നാം ഇന്ത്യയെ ഒരു പരമാധികാര സ്ഥിതി സമത്വ മതനിരപേക്ഷ ജനാധിപത്യ റിപ്പബ്ലിക്കായി സംവിധാനം ചെയ്യുവാനും ഇങ്ങനെ ആരംഭിക്കുന്നത് ഭരണഘടനയുടെ ഏത് സവിശേഷത ആണ്? ആമുഖം. ചേരുംപടി ചേർക്കുക: ബാലവേല നിരോധനം, സ്വത്തവകാശം, അവസര സമത്വം, വിദ്യാഭ്യാസ മൗലികാവകാശം. ഇപ്പുറത്തെ സെറ്റിൽ തന്നിരിക്കുന്നത് അതിൻ്റെ ആർട്ടിക്കിൾസുമാണ്. ബാലവേല നിരോധനം ആർട്ടിക്കിൾ ഏതാണ്? വകുപ്പ് 24. സ്വത്തവകാശം ഏതാണ്? 300A. അവസര സമത്വം വകുപ്പ് 16. വിദ്യാഭ്യാസ മൗലിക അവകാശമായിട്ടുള്ളത് 21A. താഴെ തന്നിരിക്കുന്നവയിൽ തെറ്റായ ജോഡി ഏത്? ഏകീകൃത നിയമ സംവിധാനം വകുപ്പ് 44 ശരിയാണ്. മൗലിക കടമകൾ വകുപ്പ് 51A ആണ് മൗലിക കടമകൾ. ഹൈക്കോടതിയുടെ റിട്ട് അധികാരം വകുപ്പ് 226. രാഷ്ട്രപതിയുടെ ഇംപീച്ച്മെൻറ്റ് വകുപ്പ് 61. ഇന്ത്യൻ സുപ്രീം കോടതിയുടെ തനത് അധികാരത്തിൽ പെടാത്തത് ഏതൊക്കെ? അപ്പീൽ അധികാരം, ഉത്തരവുകൾ പുറപ്പെടുവിക്കാനുള്ള അധികാരം ഇവയൊക്കെയാണ് സുപ്രീം കോടതിയുടെ തനത് അധികാരത്തിൽ പെടാത്തത്. യൂണിയൻ ലിസ്റ്റിൽ പെടാത്തത് ഏത്? പൊതുജനാരോഗ്യം. യൂണിയൻ ലിസ്റ്റിൽ പെടാത്തത് പൊതുജനാരോഗ്യം. മന്ത്രിമാരുടെ കൗൺസിലിൻ്റെ വലിപ്പം അംഗങ്ങളുടെ 15% ആയി പരിമിതപ്പെടുത്തിയ ഭരണഘടനാ ഭേദഗതി ഏത്? 91-ാം ഭേദഗതി. മന്ത്രിമാരുടെ കൗൺസിലിൻ്റെ വലിപ്പം അംഗങ്ങളുടെ 15% ആയി പരിമിതപ്പെടുത്തിയ ഭരണഘടനാ ഭേദഗതി ഏത്? 91-ാം ഭേദഗതി. ചേരുംപടി ചേർക്കുക: PK തുംഗൻ കമ്മിറ്റി, ബൽവന്ത് റായ് കമ്മിറ്റി, അശോക് മേത്ത കമ്മിറ്റി, LM സിംഗ്വി കമ്മിറ്റി. ഇതിൽ PK തുംഗൻ കമ്മിറ്റി 1989, ബൽവന്ത് റായ് കമ്മിറ്റി 1957, അശോക് മേത്ത കമ്മിറ്റി 1977, LM സിംഗ്വി കമ്മിറ്റി 1986. കേരള തദ്ദേശ സ്വയംഭരണ വകുപ്പിന് കീഴിൽ വരാത്ത സർക്കാർ പ്രസ്ഥാനം ഏത്?
ശുചിത്വ മിഷൻ, കുടുംബശ്രീ, കില, ഇൻഫർമേഷൻ കേരള മിഷൻ ഇവയെല്ലാം തദ്ദേശ സ്വയംഭരണ വകുപ്പിന് കീഴിൽ വരുന്ന സർക്കാർ പ്രസ്ഥാനങ്ങളാണ്. താഴെ തന്നിരിക്കുന്നവയിൽ തെറ്റായി സൂചിപ്പിച്ചിരിക്കുന്ന നിയോജക മണ്ഡലം ഏത് MLAയുടേതാണ്? MB രാജേഷ്, കളമശ്ശേരി. MB രാജേഷിൻ്റെ നിയോജക മണ്ഡലം തൃത്താലയാണ്. P രാജീവിൻ്റെ നിയോജക മണ്ഡലം കളമശ്ശേരിയാണ്. PA മുഹമ്മദ് റഷീദ്, PA മുഹമ്മദ് റിയാസ് ആയിരിക്കാം, അദ്ദേഹത്തിൻ്റെ നിയോജക മണ്ഡലം ബേപ്പൂരാണ്. വീണ ജോർജ് ആറന്മുള. അപ്പോൾ 4 ഓപ്ഷനും തെറ്റായിട്ടുള്ളതാണ്. അപ്പോൾ എല്ലാം തെറ്റാണുള്ള D ഓപ്ഷനാണ് കറക്റ്റ്. നാരി ശക്തി വന്ദൻ അധിനിയം ബിൽ ലോക്സഭ പാസാക്കിയ ദിനം ഏത്? 2023 സെപ്റ്റംബർ 20. നാരി ശക്തി വന്ദൻ അധിനിയം 2023 സെപ്റ്റംബർ 20 ലോക്സഭ പാസാക്കി. ഇന്ത്യൻ നിയമനിർമ്മാണ പ്രക്രിയയുടെ വിവിധ ഘട്ടങ്ങൾ ശരിയായി ക്രമപ്പെടുത്തുക. 1ാം വായന, 2ാം വായന, കമ്മിറ്റി ഘട്ടം, റിപ്പോർട്ടിംഗ് ഘട്ടം, 3ാം വായന. ഇന്ത്യൻ നിയമനിർമ്മാണ പ്രക്രിയയുടെ വിവിധ ഘട്ടങ്ങളാണ് 1ാം വായന, 2ാം വായന, കമ്മിറ്റി ഘട്ടം, റിപ്പോർട്ടിംഗ് ഘട്ടം, 3ാം വായന. താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായ ജോഡികൾ ഏവ? ഹേബിയസ് കോർപ്പസ്, ശരീരം ഹാജരാക്കുക. ഹേബിയസ് കോർപ്പസ് എന്ന് വെച്ചാൽ ശരീരം ഹാജരാക്കുക തന്നെയാണ്. പ്രൊഹിബിഷൻ, നിലനിർത്തുക. പ്രൊഹിബിഷൻ നിലനിർത്തുകയല്ല, നിരോധിക്കുക, അതിൽ തടയുക ആണ്. മാൻഡമസ്, ഞങ്ങൾ ആജ്ഞാപിക്കുന്നു. കോവാറൻറ്റോ, എന്ത് അധികാരത്തിൽ? ഈ ഹേബിയസ് കോർപ്പസും മാൻഡമസും കോവാറൻറ്റോയും കറക്റ്റായിട്ടുള്ള ഓപ്ഷനുകളാണ്. പ്രൊഹിബിഷൻ മാത്രമാണ് തെറ്റായിട്ടുള്ള ജോഡി. തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ മലയാളി? ശ്രീനാരായണ ഗുരു. തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ മലയാളി ശ്രീനാരായണ ഗുരു. കാലാഹിരൺ എന്നറിയപ്പെടുന്ന മലയാളി ഫുട്ബോളർ? IM വിജയൻ. കാലാഹിരൺ എന്നറിയപ്പെടുന്ന മലയാളി ഫുട്ബോളർ IM വിജയൻ. ആദാമിൻ്റെ മകൻ അബു എന്ന ചിത്രത്തിലൂടെ മികച്ച നടനുള്ള ദേശീയ അവാർഡ് നേടിയ നടൻ? സലീം കുമാർ. ആദാമിൻ്റെ മകൻ അബു എന്ന ചിത്രത്തിലൂടെ മികച്ച നടനുള്ള ദേശീയ അവാർഡ് നേടിയ നടൻ സലീം കുമാർ. നജീബ് ഏത് പ്രധാന കൃതിയിലെ കഥാപാത്രമാണ്? ആടുജീവിതം. നജീബ് ഏത് പ്രധാന കൃതിയിലെ കഥാപാത്രമാണ്? ആടുജീവിതം. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ബ്രാൻഡ് അംബാസിഡറായി നിയമിതനായ ക്രിക്കറ്റർ? MS ധോണി. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ബ്രാൻഡ് അംബാസിഡറായി നിയമിതനായ ക്രിക്കറ്റർ MS ധോണി. ഇത്രയും ക്വസ്റ്റ്യൻസ് എല്ലാവരും പഠിച്ചു കഴിഞ്ഞു എന്ന് വിശ്വസിക്കുന്നു. അടുത്ത ക്ലാസ്സിൽ അടുത്ത ക്വസ്റ്റ്യൻ പേപ്പറുമായി കാണാം. എല്ലാവരും വീഡിയോസ് കാണുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ, ബൈ.